ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ വീണ്ടും ചർച്ചയാകുമ്പോൾ ബാങ്കുകളിൽ എത്ര പലിശ കിട്ടും? പശ്ചിമേഷ്യൻ യുദ്ധവും തുടർന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്ന അസന്തുലിതാവസ്ഥയുടെയും പശ്ചാത്തലത്തിൽ നമ്മൾ മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട ബാങ്ക് എഫ്ഡികളെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ്. 7 ദിവസം മുതൽ 10 വർഷം വരെ നീളുന്ന എഫ്ഡികളാണ് സാധാരണഗതിയിൽ ബാങ്കുകൾ വാഗ്ദാനം ചെയ്യുന്നത്. RBI റിപ്പോ നിരക്ക് അടിസ്ഥാനമാക്കിയാണ് ബാങ്കുകൾ നിക്ഷേപ വായ്പാ പലിശകൾ നിശ്ചയിക്കുന്നത്. എന്നാൽ ഇവ ബാങ്കുകൾക്കിടയിൽ ഏറെക്കുറെ തുല്യമാണ്. പിന്നെ ബാങ്കുകൾക്കിടയിലുള്ള മത്സരമാണ് നിരക്കുകളിൽ നേരിയ മാറ്റങ്ങൾക്കുള്ള കാരണം. എഫ്ഡികളുടെ കാര്യത്തിൽ മുതിർന്ന പൗരന്മാർക്ക് ബാങ്കുകൾ അല്പം ഉയർന്ന പലിശയും നൽകാറുണ്ട്. എന്നാൽ ഈ 1 ലക്ഷം രൂപ ബാങ്കിലിട്ടാൽ കൃത്യം എത്ര രൂപ പലിശ കിട്ടും എന്നറിയാമോ? നോക്കാം. നിലവിൽ SBI, HDFC, ഫെഡറൽ ബാങ്ക് തുടങ്ങിയ പ്രമുഖ ബാങ്കുകൾ 6% മുതൽ 7.25% വരെയാണ് വാർഷിക പലിശ നൽകുന്നത്. മുതിർന്ന പൗരന്മാർക്ക് 0.50% പലിശ അധികം കിട്ടും. നമുക്കൊന്ന് കണക്കുകളിലേക്ക് വരാം. 1 ലക്ഷം രൂപ 3 വർഷത്തേക്ക് ഇട്ടാൽ ഏകദേശം 1.23 ലക്ഷം രൂപ വരെ തിരിച്ചു കിട്ടും. ഇത് 5 വർഷത്തേക്കാണെങ്കിൽ 1.41 ലക്ഷം രൂപ വരെയാകാം. ഇനി നിക്ഷേപം അല്പം കൂട്ടിയാൽ, അതായത് ഉദാഹരണത്തിന് 5 ലക്ഷം രൂപയാണെങ്കിൽ 3 വർഷത്തേക്ക് 6.15 ലക്ഷം രൂപ വരെയായും 5 വർഷത്തേക്ക് 7.5 ലക്ഷം രൂപ വരെയായും നിക്ഷേപം വളരും. ഇനി 10 ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങൾ 10 വർഷത്തേക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ തുക ഏകദേശം 18.20 ലക്ഷം രൂപയായി വളരും. നിക്ഷേപിക്കും മുമ്പ് ഇതുകൂടി അറിയുക. FD പലിശ നിങ്ങളുടെ വരുമാനത്തിനൊപ്പം ചേർക്കപ്പെടും. അതുകൊണ്ട് ടാക്സ് സ്ലാബ് അനുസരിച്ച് നികുതി നൽകേണ്ടി വരും. പലിശ വരുമാനം 40,000 രൂപയ്ക്ക് മുകളിൽ പോയാൽ പാൻ കാർഡ് ഉണ്ടെങ്കിൽ 10% TDS പിടിക്കും. ഇല്ലെങ്കിൽ അത് 20% ആകും. ടാക്സ് ഒഴിവാക്കാൻ അർഹതയുള്ളവർ 15G അല്ലെങ്കിൽ 15H ഫോം സമർപ്പിക്കാൻ മറക്കരുത്. അപ്പോൾ നിക്ഷേപങ്ങൾ തുടരട്ടെ, പണം വളരട്ടെ. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.